കഴിയുക വന്നോ? എന്താ വേണ്ടേ, കഴിക്കാൻ വേണ്ടേ? പറയാം. എടാ വണ്ടിയെ മൊത്തം പൊടി പിടിച്ചിരിക്കും. വണ്ടിയോ? ഓക്കെ. ഞാൻ വൈറ്റിലെ ഷിമ്മറിലൊന്ന് കൊടുത്താലോ വിചാരിക്കുമായിരുന്നു, ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആ ഡീറ്റെയിൽ ചെയ്യുന്ന അടിപൊളിയാണ്. ആ പക്ഷേ ഷിമ്മർ നിനക്ക് പറ്റിയ സ്ഥലമല്ല. എനിക്ക് പറ്റിയത് ഞാൻ പറയുകയാണെങ്കിൽ യു ഷുഡ് നോട്ട് ഗോ ടു ഷിമ്മർ. എന്താ സംഭവമൊക്കെ ശരിയാണ്. എന്താ കാര്യം? റീസൺ ഞാൻ പറയാം. വാ ബില്ല് പേ. വാ എണീറ്റോ. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിലിങ്ങിൻ്റെ പരിപാടിയൊക്കെ എന്ന് പറയാൻ വേണ്ടിയാണ്. ഷിമ്മർ എന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഷിമ്മർ ഇവര് പറ്റിയ സ്ഥലമല്ലെന്നുള്ളതാണ്. പറഞ്ഞു കുറേ സെലിബ്സൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞതിന് കുറച്ച് റീസൺസും ഉണ്ടാവുമല്ലോ. പൊതുവെ നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിന് ഒരുപാട് റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് അധികാരികളോട് സംസാരിക്കാൻ സാർ ഇവിടെ സാറൊന്ന് അവൈലബിൾ ആണ്, നേരിട്ട് സംസാരിക്കും. സാർ അപ്പം ഇവിടെ ഉണ്ടോ? ആ സാർ. ശരി. അപ്പോൾ ഇവനിങ്ങനെ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വണ്ടി ഒന്ന് ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മുടെ വൈറ്റില ഷിമ്മറിൽ തന്നെ പോവാം, കുറച്ച് സെലിബ്സ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് ഷിമ്മർ നിനക്ക് പറ്റിയ സ്ഥലമല്ല, പണിതൊന്നുമല്ല. അപ്പോൾ ഇവൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പം അതെന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺസ് ഒന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എനിക്കൊന്ന് കുറച്ചൊന്ന് കാണിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല തോന്നുന്നത്. അതെ, നമുക്ക് ഇതാണ് നമ്മുടെ ഫ്ലോർ അല്ലേ? നമുക്ക് രണ്ട് പോർഷനാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഇവിടെ നമ്മുടെ പെയിന്റ് കറക്ഷൻ വെഹിക്കിൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലമാണ്. അത് ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, പിന്നെ ICU എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കെയർ കൊടുക്കുന്നത് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ USP ചെയ്യുന്നത്. അതെ, എനിക്ക് കുറേ മെസ്സേജ് വരണം 15 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളത്. ശരി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ട് ഇങ്ങോട്ട് തന്നെ വരണമെങ്കിൽ എന്തായിരിക്കും എല്ലായിടത്തും ഇതൊക്കെ തന്നെ അല്ലേ എന്നുള്ളൊരു ഞാൻ ആദ്യം പറഞ്ഞത്. അല്ല, ഈ പറഞ്ഞ കറക്റ്റാണ്, ശരിയാണ്. ഇപ്പം ഓരോ കാര്യങ്ങൾക്കും പല സ്ഥലത്തും പല വിലകളാണല്ലോ. പക്ഷെ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടി ആ ക്വാളിറ്റിയിൽ അതിന് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും പ്രോസസ്സ് കംപ്ലീറ്റ് കറക്റ്റായിരിക്കും. ആ പ്രോസസ്സ് ചെയ്ത് വരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു നോർമൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 3 days, മിനിമം 3 days എടുക്കും. അത് 3 days നമ്മൾ ഇത്രയും പ്രോസസ്സിൽ കൂടെ ചെയ്ത് വാഷ് ചെയ്ത് വാക്യൂം ചെയ്ത് മാസ്ക് ചെയ്ത് പെയിൻ കറക്ഷൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് ക്യൂർ ചെയ്ത് പിന്നെ അത് പോളിഷ് ചെയ്ത് എല്ലാം എടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് അത്രയും സമയവും അത്രയും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ WHO ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ 2 കാര്യം പറഞ്ഞു, എവിടെ എങ്ങനെയെന്നുള്ള പറഞ്ഞു. അതിന് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ആ ചെയ്യുന്ന ടെക്നീഷ്യൻ്റെ സ്കില്ല് ഈ ഒരു ഡീറ്റെയിലിംഗ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, വാഷിംഗ് ചെയ്യുന്ന ഒരു പിള്ളേരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന മെഷീൻ വർക്ക്, അപ്പോൾ അതിന് എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം, എത്ര നേരം ഒരു സ്പോട്ടിൽ മെഷീൻ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ടെക്നീഷ്യൻ്റെ സ്കില്ല് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം. പിന്നെ ഇതെല്ലാം ഭയങ്കര ഇപ്പോഴത്തെ കാസ് എന്ന് പറയുന്നത് കുറച്ച് സെൻസിറ്റീവ് കാസാണ്, ഒരുപാട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുണ്ട്. പിന്നെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് നമ്മൾ വാഷ് ചെയ്യുമല്ലോ. ഇപ്പൊ ഞാൻ വാഷ് ചെയ്യാൻ നല്ല മടിയുള്ള ഒരാളാണ്. അപ്പൊ എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത് കുളിക്കാറില്ലേ, അതും ചെറുതായിട്ട്. അപ്പം ഇത് ഡീറ്റെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വാട്ടറൊക്കെ അതിൽ നിൽക്കത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ശരിക്കും ഇത് വാഷ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ, അല്ലെ ചെയ്തില്ലേ പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇല്ല, ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു പെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അപ്പോൾ നമ്മൾ പെയിൻ പ്രൊട്ടക്ഷൻ്റെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആദ്യം വരുന്നത് UV റേസും
മറ്റ് നാച്ചുറൽ ആയിട്ട് വരാവുന്ന എലിമെന്റ്സിന്റെ എഫക്റ്റ് ഇതിൽ കുറഞ്ഞിരിക്കും. രണ്ടാമത്തത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാഷിംഗ് അല്ലെങ്കിൽ ഒന്ന് തുടച്ചിലാണ്. അപ്പോൾ അത് എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ഒരു നോർമൽ സർഫസിലും നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്ന സർഫസിലും ക്ലീൻ ചെയ്യാൻ എളുപ്പം ഗ്ലാസ് പോലത്തെ സർഫസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മൂത്ത്നെസ് കൂടും, ഹൈഡ്രോഫോബിക് എഫക്റ്റ് കൂടും. അപ്പോൾ ഹൈഡ്രോഫോബിക് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആയി എളുപ്പമായിരിക്കും. അതിങ്ങനെ ഒരുമാതിരി നമ്മുടെ സ്പോട്സ് അവിടെ വെള്ളത്തിൽ നിന്ന് ഡ്രൈ ആകുമ്പോഴാണ് ഈ സ്പോട്സ് വരും. അപ്പോൾ വെള്ളം നിന്ന് അവിടെ ഡ്രൈ ആവാൻ സമ്മതിക്കാതെ ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ ചേമ്പലേ വീണ പോലെ അത് ഉരുണ്ടു പോകും. ഇത് വെച്ചിട്ട് എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബോഡി ചൂടാണ്. ഇതൊക്കെയാണ് മിത്തായിട്ടുള്ളത്. അത് ഇനി ഇതിനകത്ത് വാട്ടർമാർക്ക് ഉണ്ടാവില്ല. വാട്ടർമാർക്ക് ഉണ്ടാവും. എങ്ങനെ അറിയോ? നമ്മളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം, വണ്ടി ചൂടാണ്, അപ്പം മഴ ചാറി, അപ്പം വെള്ളം വന്നു. ചൂടായിരിക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് പെട്ടെന്ന് വന്നു. അപ്പം അങ്ങനെയും ഡെഫിനറ്റ്ലി ആ മാർക്കോടെ ഉണ്ടാവും. പക്ഷേ അത് ട്രീറ്റ് ചെയ്ത വെഹിക്കിളാണെങ്കിൽ നമുക്ക് തുടച്ചുള്ള എളുപ്പം. പലരും പറയുന്നത് അറിയോ, ഇപ്പം ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരിക്കൽ പെയിൻ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്താൽ സെൽഫ് ഹീലിംഗ് ആണ്. ഇത് സ്ക്രാച്ച് ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷെ അതെങ്ങനെയാണ് സ്ക്രാച്ച് ഉണ്ടായിരിക്കുന്ന അറിയത്തില്ല. അത് എങ്ങനെയാണ് സെൽഫ് ഹീലിംഗ് എന്ന് സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്ക്രാച്ച് ഉണ്ടാവാനുള്ള ചാൻസസ് കുറയും. ഇനി ഞാൻ ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വണ്ടിയോടെ കൊണ്ട് വരച്ചിട്ട് അന്ന് പറഞ്ഞില്ലേ സ്ക്രാച്ച് ആവത്തില്ല. നമ്മൾ ഫാക്ടുകൾ അറിഞ്ഞ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വണ്ടി നമ്മൾ എടുക്കുന്നു, ട്രീറ്റ് ചെയ്യുന്നു, ആ വണ്ടി സൂക്ഷിച്ചാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു 4 to 5 years ഓഫ് വെരി ഗുഡ് ലൈഫ്. പക്ഷെ പ്രാപ്പറായിട്ട് എൻ്റെ പീരിയോഡിക്കലി ചെയ്യേണ്ട സർവീസസ് ചെയ്യുക, വണ്ടി സൂക്ഷിക്കുക. അല്ല, ഇത് പല സ്റ്റേജസിലാണ്. ചില വണ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലത് പെയിൻ കറക്ഷൻ ചെയ്യുന്നു, ചിലരുടെ അകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന UHDPയിൽ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ക്യൂറിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 48 hours ആണ് നമുക്ക് ഇതിന്റെ ക്യൂറിങ് ടൈം. അങ്ങനെ ഇപ്പൊ ലെനിന്റെ വണ്ടി നമ്മളിപ്പോ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഇന്ന് നമ്മൾ തരുവാന്ന് വെച്ചു, നമുക്ക് എന്നത്തേക്ക് എടുക്കാൻ പറ്റും? ഈ ഫീസ് ഓക്കെ കേട്ടോ, എന്താണ് ഞാനിപ്പോ റെഡിയാണ്. ഇപ്പൊ ഞാൻ വണ്ടിയിൽ വേറെ ഇപ്പോൾ കാര്യമായ പെയിൻ ഡാമേജസ് ഒന്നും ഇല്ലാത്തതുണ്ട്. നമുക്ക് അതിനകത്തുള്ള ചെറിയ റെസിഡൽ മാർക്സ് അല്ലാത്ത ചെറിയ ചെറിയ മൈനർ ഇതൊക്കെയാണ് കറക്റ്റ് ഉള്ളത്. അതാണ് ഈ പെയിൻ കറക്ഷൻ സ്റ്റേജ്. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അപ്ലൈ ചെയ്തിട്ട് ക്യൂർ ചെയ്യുന്നു. എങ്ങനെയാണെങ്കിലും 2 days ടൈം. ഞങ്ങളൊന്ന് ഓട്ടിച്ചിട്ട് ചെയ്താലും ഞാൻ എന്റെ കീ കൊടുത്തേക്കാം. ഷിമ്മർ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കാറുണ്ട്. മറ്റ് സാധാരണ ഡീറ്റെയിലിംഗ് സെന്റേഴ്സിൽ കാണാത്ത 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് വി ആർ ഓൾസോ ടീച്ചിങ് ഡീറ്റെയിലിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അതായത് ബേസിക്കലി ഒരു ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതൊരു ഷിമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡീറ്റെയിലിംഗ് ടെക്നോളജി ഉണ്ട്. ഷിമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡീറ്റെയിലിംഗ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിന്റെ ഇതിലാണ്. പ്ലസ് വി ഓൾസോ ഹാവ് എൻ R&D. നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് റൂം. തിയറി ക്ലാസ്സസ് നടത്തുന്നത്. ലോഗോ ആക്ച്വലി നല്ല രസമുണ്ട്. ആൻഡ് ദിസ് ഈസ് അവർ R&D. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെഷൻ. ബേസിക്കലി മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസിന്റെ നമ്മുടെ പാനൽസിൽ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന അത്രേ ഉള്ളൂ. വലിയ ഏരിയ അല്ലേ? അതെ, എല്ലാ പാർട്സും എല്ലാ ട്രീറ്റ്മെന്റ്സും നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ല, നമ്മൾ ഇത്ര ചിന്തിക്കാറില്ല, ഇത്ര പ്രോസസ് ഉണ്ട്, ഇത്ര സ്റ്റേജ് ഉണ്ടെന്ന് ചിന്തിക്കാറില്ല. വണ്ടി കൊടുക്കുന്നു, പോരുന്നു, പോയിട്ട് വൈകുന്നേരം പോയിട്ട് എടുക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ. ഇല്ല, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആൻഡ് you will definitely be happy that you have spent money wisely on the right piece. നമുക്ക് അത്യാവശ്യം ചെറിയ ഡിസ്കൗണ്ട്സ് ഒക്കെ തരണം. ഡിസ്കൗണ്ട്സ് ചോദിച്ചു ബാക്കി ഞാൻ എല്ലാം ചോദിച്ചോണ്ടിരിക്കും. ഞാൻ ഡിസ്കൗണ്ട് ഉണ്ടാകും. എന്തായാലും നമുക്ക് അത് പിടിപ്പിക്കാം. Thanks for recommending. Sure. And thanks for giving us an opportunity. ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷം. ഇവൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് കണ്ടിട്ട് ഞാനും കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.